പിന്നെ ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് തെറ്റിയാ കട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങൾ അത് നടക്കില്ല. കുതിര മാത്രം പറയാം. അരുതടുത്ത് കുതിര, മുതിരെടുത്ത് കുതിര, അതിലെ മുതിര, തിന്നെടുത്ത് കുതിര. അതിന്റെ ഇടയിൽ കൂടെ സെറ്റാക്കി. അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് അവിടെ എത്തി, ബെല്ലടിച്ചു. അപ്പോൾ സിനിമ അതിൽ തോന്നുന്നു സിനിമ ചേച്ചി നല്ല സാരിയൊക്കെ എടുത്ത് നല്ല ശരിക്കും ശരിക്കും ലവ് സ്റ്റോറി ബേസ് പനുവില്ല. അത് ചെയ്യാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. ലവ് അല്ല. അപ്പൊ ദിലീപേട്ടനായിട്ടൊരു സിനിമ വരുന്നുണ്ടോ? സിനിമ കാണുമ്പോൾ അതിന്റെ ഫീല് മനസ്സിലാവും. വീട്ടിൽ നിന്ന് അടക്കം വീട്ടില് പ്രശ്നം ഉണ്ടായി. കാരണം പെങ്ങൾ പെണ്ണെ കണ്ട് പേടിച്ചു, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതെന്തായിരുന്നു സംഭവം? കുറെ 17 വയസ്സിൽ നമ്മളെ കുടമ്പാക്കത്തെ ചായ കുടിച്ച ആളാണ്. ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ മൂവി വേൾഡ് മീഡിയയോടൊപ്പം ചേരുന്നത് മുറിവ് എന്നൊരു ആക്ഷൻ സൈക്കോ ത്രില്ലർ ചിത്രത്തിന്റെ ടീമാണ്. അപ്പോൾ നമ്മളോട് കൂടെ ഉള്ളത് അതിന്റെ ഡയറക്ടറും അതിലെ പുതുമുഖ നായകന്മാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. നായകന്മാർ വന്നിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. സോ ഓൾ ഓഫ് യു, വെൽക്കം ടു ദി ഷോ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല സന്തോഷത്തിന്റെ വിശേഷം. ജൂൺ 14 നമ്മളെ സിനിമ ഇറങ്ങല്ലേ. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ സന്തോഷം. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ നമുക്ക് സിനിമയുടെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. മുറിവ്. ആ മുറിവിന്റെ ആ ഒരു ടൈറ്റിൽ നമ്മൾക്കൊരു ആക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ചാടി അടിക്കുന്ന ഒരു സീന്. അതെന്താണ്? ഒരു മുറിവും ആക്ഷനും തമ്മിൽ ആ ഒരു ബന്ധം എന്താണ്? മുറിവും ആക്ഷനും തമ്മിലുള്ള ബന്ധം, ഒരു ആക്ഷൻ ഇല്ലാതെ ഒരു ആക്ഷൻ എന്തായാലും തീർച്ചയായിട്ടും മുറിവ് ഉണ്ടാവില്ല. പക്ഷെ ഇത് മുറിവ് എന്നുള്ളൊരു സിനിമ സബ്ജക്റ്റിലേക്കുള്ള കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരു പേര്, അതാണ് മുറിവ്. നല്ലൊരു ഫാമിലിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് നമുക്ക് സമൂഹത്തിന് ബുദ്ധിമുട്ടാവുന്ന അല്ലെങ്കിൽ ആപത്തായി വരുന്ന ഒരു കണ്ടന്റ്, ആ എലമെന്റ് എങ്ങനെയാണ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് സമൂഹത്തിന് അത് ബാധ്യതയായി വരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിത്രമാണ്. പലരും എന്ത് ചെയ്യില്ല, അത് ചിലപ്പം ബോധപൂർവ്വം മറന്നുപോയി, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ എനിക്കല്ല അപ്പുറത്താണ് ഇത് പ്രോബ്ലം എന്ന് കരുതുന്ന ഒരു സംഭവം. ആ ഒരു സബ്ജക്റ്റാണ് മുറിവ് എന്ന സബ്ജക്റ്റ്. മുറിവ് ദ സൈൻ ഓഫ് ദ സൈക്കോ, ഒരു സൈക്കോയുടെ അടയാളമാണ് മുറിവ്. അപ്പോൾ മുറിവ് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്ക് ചിന്തിക്കാം. അതായത് മെന്റലി സംഭവിക്കുന്ന മുറിവുകൾ, ഫിസിക്കലി സംഭവിക്കുന്ന മുറിവുകൾ. അപ്പം ഇതിൽ ഫിസിക്കൽ മാത്രമാണോ അതോ സൈക്കോ എന്ന് പറയുമ്പോൾ രണ്ടും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ടാവില്ലേ? ഫിസിക്കൽ മുറിവും മെന്റൽ മുറിവും. ആക്ച്വലി ഇത് മെന്റലി വരുന്ന മുറിവ് തന്നെയാണ്. ഫിസിക്കൽ എന്നുള്ള മുറിവിൻ്റെ അപ്പുറത്തേക്ക് ഭേദമാവാത്ത ഉള്ളിൽ കിടക്കുന്ന മുറിവ് തന്നെയാണ്. അപ്പം ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? അപ്പം അത് സോഷ്യലി ഭയങ്കര റെലവെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പം അതിൻ്റെ ബേസിൽ എന്താണ് ഒരു സ്റ്റഡി നടത്തിയത്? നമ്മളൊരു സിനിമ പ്രത്യേകിച്ചൊരു അത്രയും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് വിഷയമാണ്. അപ്പം അതിൻ്റെ മുകളിൽ എന്ത് സ്റ്റഡിയാണ് നടത്തിയത്? കാരണം ഒരു സൈക്കോ ആവുന്നത്, ഒരാൾ ജനിക്കുമ്പോൾ തന്നെ സൈക്കോ ആവുന്നില്ല, അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിക്ത അനുഭവങ്ങളിൽ നിന്നും കൂടിയാണ് അവർ സൈക്കോ ആവുന്നത്. അപ്പം എന്തൊക്കെ സ്റ്റഡിയാണ് അതിൻ്റെ മുകളിൽ നടത്തിയിട്ടുള്ളത്? ഒരുപാട് നമ്മൾ സൈക്കോ സിനിമകൾ കാണാറുള്ള ഒരാളും കൂടിയാണ്. പിന്നെ അതിൻ്റെ വായന, പിന്നെ അതുമാത്രമല്ല നമ്മളൊക്കെ സമൂഹത്തിന് ചുറ്റുപാടിൽ, നമ്മുടെ ചുറ്റുപാടിൽ തന്നെ പലരും അനുഭവിക്കുന്ന കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരൊക്കെ ഒരു സൈക്കോ ആണ്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാം, അല്ലെങ്കിൽ പുറത്ത് കാണാം, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന പലരിലും അങ്ങനെയുള്ളൊരു വേവ് ഉണ്ടാവും. ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ സൈക്കോ ആണ്. അവർ അതിനെ മറച്ചു വെച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്തിട്ട് അവർ സമൂഹത്തിൽ ഇടപെടുന്നു. അവരുടെ ഒരു സ്പേസ് വന്നാൽ അവരവിടെ ഡിസ്റ്റർബ് ആണ്. ആ ഒരു കണ്ടന്റ് എലമെന്റിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ഇപ്പോൾ പറയേണ്ട ഒരു സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലരെയും പരിചയപ്പെടുമ്പോൾ. ഒരു മെസ്സേജ് ആണോ? എങ്ങനെ അത് സോൾവ് ചെയ്യാനോ? മെസ്സേജസ് അല്ല ഞാൻ പറയുന്നത്, അതൊന്നുമല്ല. ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇത് നമ്മൾ കാരണം തന്നെയാണ് ഈ ഒരു സമൂഹത്തിന് ഇത് വരുന്നത് എന്നുള്ളതൊരു നല്ലൊരു മെസ്സേജ്. എന്ന് വെച്ചാൽ സിനിമ ഒരിക്കലും ഒരു ഉപദേശമൊന്നും ആർക്കും ഇപ്പോൾ താല്പര്യമില്ല, അങ്ങനെ ആയിട്ട് അതായതവരുമില്ല. പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ചില സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഓക്കെ, നമ്മൾ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമ്മളിലുള്ള ഒരു കണ്ടന്റ് ആണെന്ന് തോന്നില്ലേ, അതുപോലത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ, നമ്മൾ മറന്നു പോകുന്നൊരു സാധനം അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം പുതുമുഖ താരങ്ങളാണ് ഒരു മോസ്റ്റ് ഓഫ് ദ ടീമും. അപ്പം എന്താണ് ഈ പുതുമുഖങ്ങളെ വെച്ചിട്ട് ഇത്തരം ഒരു സൈക്കോ? ഓക്കെ, പുതുമുഖങ്ങളെ വെച്ചിട്ട് ചെയ്യാനുള്ളൊരു റീസൺ? ഒന്ന്, പുതുമുഖങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഇവരെ. കാരണം ഇവര് ഒന്ന്, അദ്ദേഹം രണ്ടാമത്തെ സിനിമയാണ് മുറിവ്, അല്ല ഒരു ജാതി മനുഷ്യൻ എന്ന സിനിമയിലെ ലീഡ് ക്യാരക്ടറായിരുന്നു. രണ്ടാമത്തെ സിനിമയിലേക്ക് വന്നു ഇദ്ദേഹം. പിന്നെ വർഷങ്ങളായിട്ട് സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പല രീതിയിലും നിൽക്കുന്ന ഒരാളാണ്.
ആൾറെഡി ഒക്കെ സിനിമന്റെ ഭാഗമായിട്ട് 4-5 വർഷം ഇതുള്ളതാണ്. പക്ഷെ ബേസിക്കലി ഇവരൊക്കെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോൾ അത് പുതുമുഖങ്ങളാണ്. നമ്മൾ ഇവരൊക്കെ പേര് പറയാൻ മറന്നു. അതെ. ഓക്കെ, ഭഗത്, ഷമീർ ഖാൻ, റിയാദ്, ഷാറൂഖ്, അങ്ങനെ കിച്ചു എന്ന് വിളിച്ചു കേട്ടിട്ട് കിച്ചു സാറിന്റെ മോനാണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു അച്ഛൻ ഡയറക്ട് ചെയ്യുമ്പോൾ അഭിനയിക്കുന്ന ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും? ആദ്യത്തെ പടം വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ക്യാരക്ടർ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഫുൾ നെഗറ്റീവ് ആയിട്ടാണ് ഇതിന്റെ ക്യാരക്ടർ പോകുന്നത് ഈ സിനിമയിലേക്ക്. ഈ സിനിമയിൽ ഫസ്റ്റ് പക്ക നാട്ടുപുറക്കാരൻ, അതൊരു ലവ് സ്റ്റോറി ബേസ് ചെയ്തിട്ട് പോകുന്നതാണ്. ഇപ്പൊ അനുവിന്റെ അത് ചെയ്യാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. ലവ് അല്ല, ക്യാരക്ടർ. ഓക്കെ. പക്ഷെ ഇതിൽ വരുമ്പോൾ ഫുൾ നെഗറ്റീവ് ആയതുകൊണ്ട് പല സീക്വൻസ് ചെയ്യുമ്പോഴും ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ അവിടെ പോകുമ്പോ ഇപ്പൊ പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. വാപ്ചി എന്ന് പറഞ്ഞ, ഞാൻ വാപ്ചി എന്ന് വിളിക്കുക, വാപ്ചി പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അവിടെ ഡയറക്ടറാണല്ലോ. അവിടെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറാ, സെറ്റ് പോയ ഡയറക്ടറാ. അതുകൊണ്ട് എനിക്ക് അവിടെ അത്ര വലിയ പ്രശ്നം ആ സമയത്ത് ആദ്യം ടെൻഷൻ ആയിരുന്നു. പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ എന്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം? ആസ് എ ഡയറക്ടർ മാത്രമാണോ അതോ അച്ഛൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ? അച്ഛന്റെ കയറിങ് എന്തായാലും ഉണ്ടാവില്ല, വാപ്ചിയുടെ കയറിങ് എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ സീൻ എടുക്കുമ്പോൾ അതിന് മുന്നേ വ്യക്തമായിട്ട് പറഞ്ഞു തരും, ഇന്നതാണ് വേണ്ട, ഇങ്ങനെയാണ് വേണ്ടത്, അത് പറഞ്ഞു തരും. വീട്ടില് സ്പെഷ്യൽ കോച്ചിങ് ആയിരുന്നു. കിട്ടാത്ത കോച്ചിങ് ആണ്. വാപ്ചിന്റെ സമയം കൂടി കിട്ടിയിട്ടില്ല. വീട്ടില് കേറാൻ ശരിക്കും പറഞ്ഞാൽ മനസ്സാണ്. ഇവര് ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിലല്ല, ഇവരവിടെ എൻജോയ് ആയിരുന്നു. പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ആയിട്ട് ഇവര് ഞാൻ കൊടുത്ത ഉച്ചക്കോ അല്ലെങ്കിൽ ഷൂട്ട് സമയത്തുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ മുഴുവൻ അവർ ഹാപ്പി ആയി തീർത്തിട്ടാണ് ഇവർ ഉറങ്ങുക. കാരണം ഇവര് 1 മണി വരെ ഡാൻസും പാട്ടും 2 മണിക്കൊക്കെ ഇവര് കളിച്ചുകൊണ്ട് നടക്കും. ഞാൻ ഇത് കഴിഞ്ഞ് നാളത്തെ ചാർട്ട് ചെയ്ത് അതിനുശേഷം രാവിലെ 6 മണിക്ക് ഇവരെ വിളിച്ചുണർത്താനും വരണം, എന്നാലേ ഇവര് എണീറ്റ് വരുള്ളൂ. അങ്ങനത്തെ ആൾക്കാരാണ് ഇവര് പറയുന്നത്. വീട്ടില് കോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. മറ്റു ആർട്ടിസ്റ്റുകൾക്ക് എന്താണോ കൊടുക്കുന്നത്, ഷൂട്ട് കഴിയുന്നതിന്റെ പല സമയത്ത് ഇടയിലാണ് മോനാൻ തന്നെ പലർക്കും അറിയുന്നത്. എനിക്ക് തോന്നുന്നു ഇവൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, മോനാണോ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനായിട്ട് പറയാനും പോവില്ല. ചിലപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ റെസ്പെക്ടോ ഇവരായിട്ട് കമ്പനി നമ്മള് ഞങ്ങളൊരു ടീമുണ്ട്, ഞങ്ങളെ പിന്നെ എല്ലാം വൈബായിരുന്നു ഇവരെ ഒരു ടീം. ഞാൻ മാത്രം നമ്മളോട് അല്ലല്ല, ഞാൻ എല്ലാവരോടും കമ്പനി ആയിരിക്കാം. പക്ഷെ നമ്മള് ജോലിയല്ല, ജോലിന്റെ ടെൻഷനിലുണ്ടാവും. അവിടെ വേറൊരു സ്വഭാവം. ജോലി വരുമ്പോ സീരിയസും അല്ലാതെ ഫണ്ണും. ഇതിലെ ലുക്ക് നോക്കുമ്പോൾ എനിക്ക് ആകെ ഭഗത്തിനെ മാത്രമേ പോസ്റ്ററിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ ലുക്കൊക്കെ ഭയങ്കര ചേഞ്ച് ആണ്. കാരണം ആ ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണല്ലോ ഇപ്പം. ഭഗത്തിനെ ഞാൻ കാസ്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണവും അവന്റെ ലുക്കും ആ ഹെയറുമാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട. രണ്ടുപേരും എനിക്ക് തീരെ ഒരു ഒന്നാമത് അത് ക്യാപ്പ് ഇട്ടിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ഇവിടെ വന്ന സമയം മുതൽ ഈശ്വര ഇതാരൊക്കെ ആരാണെന്ന് പോസ്റ്റർ നോക്കുന്നു, നിങ്ങളെ നോക്കുന്നു, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം സിനിമയിൽ തന്നെ ഒരു തല നിറച്ച് മുടിയുള്ള ഒരു ആക്ടർ ഇല്ലേ, അവരെ കാസ്റ്റ് ചെയ്തത് പിന്നെ സിനിമയിലേക്ക് ഒരു മുടി വെട്ടുന്നുണ്ട്. അപ്പം അവരെ കണ്ട് നമ്മളൊരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ലുക്ക് നമ്മൾ ചിന്തിക്കുമല്ലോ, എങ്ങനെയായിരുന്നു അത് മുടി വെട്ടിയാലാണ് എന്റെ ക്യാരക്ടർ, അങ്ങനെ ഒരു തോട്ട് വന്നത്? അതായത് ഇപ്പോ ശിവന്റെ കാര്യത്തിൽ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. ശിവ നല്ലൊരു നമ്മൾ പ്രതീക്ഷിച്ച ആ ക്യാരക്ടറിന്റെ ഏജ് ഒക്കെ കറക്റ്റാണ്. പക്ഷെ എനിക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ഉപ്പുമുളകത്തെ നമ്മളെ ഋഷിന്റെ ഒരു സാമ്യം തോന്നുന്നുണ്ട് അവന് മുടി. അപ്പൊ അത് അവൻ തന്നെ ഒരു ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ അവനോട് മാറ്റം വരുത്താൻ പറഞ്ഞു. മുടി ഒന്ന് കട്ട് ചെയ്ത് കുറച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനെ സെറ്റ് ചെയ്തതാണ്. ഇത് പിന്നെ ഞാൻ റെഡിയാക്കി എടുത്ത ഇവരുടെയൊക്കെ മോൾഡ് നമ്മൾ സൈക്കോ മോഡ് എന്നുള്ള രീതിയിലേക്ക് ഇവനും ഈ മറ്റേ എന്താ പറയുക നമ്മളെ ഇവരെ ക്യാരക്ടർ കണ്ടാലും മനസ്സിലാവും ഇദ്ദേഹത്തിന് ആ വേഷമാണ് അതിൽ പെർഫെക്റ്റ് ആണ്. അതും ജീവിതത്തിൽ ആദ്യമായിട്ട് മുണ്ടെടുത്തത് നമ്മളെ കല്യാണത്തിലാണ്. കേരളത്തിലല്ല ബേസ് ചെയ്തിരിക്കുന്നത്, ദുബായിലാണ്. ഓൾമോസ്റ്റ് സെറ്റിൽഡ് ഒക്കെ കേരളത്തിൽ ജനിച്ചാണ്, പക്ഷെ സെറ്റിൽഡാണ് ദുബായിൽ. ഫാമിലിയൊക്കെ അവിടെയാണ്. ഇവരൊക്കെ ഈ പുതുമുഖങ്ങളാണല്ലോ കുറെയൊക്കെ, അപ്പൊ അവരൊക്കെ ഓഡിഷൻ ചെയ്തെടുത്തതാണോ? എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിൻ്റെതായ ഓഡിഷൻ എന്ന് വെച്ചാൽ എല്ലാവരും ഓരോരുത്തരെ വിളിച്ചിട്ട് അങ്ങനെ എല്ലാവരെയും കൂട്ടി വിളിച്ചിട്ടുള്ള പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല, ഒരു സിനിമയ്ക്കും ചെയ്തിട്ടില്ല. അവർക്ക് കൊടുക്കേണ്ട ക്യാരക്ടർ ഞാൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കും. അത് ഓക്കെ ആണോ ചൂസ് ചെയ്യാൻ പറയും. നീ തയ്യാറാണ് എങ്കിൽ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ആ കണ്ടന്റ് കിട്ടുമ്പോൾ തന്നെ അറിയാം ഇവർ ഓക്കെ, അതിന് ക്വാളിറ്റി ഉള്ള. കൂടുതലായിട്ട് ഞാൻ ലാഗ് അടുപ്പിക്കാനൊന്നും നിൽക്കാറില്ല. എനിക്ക് മനസ്സിലാവും ഇവർക്ക് ഞാൻ കൊടുക്കുന്ന സാധനം തരാൻ പറ്റും എന്നുള്ളത്.
പിന്നെ എൻ്റെ മനസ്സിൽ എഴുതിയ ആ കഥാപാത്രത്തിൻ്റെ രൂപവും അതിൻ്റെ ഭഗത്തിനെ എനിക്ക് സെലക്ട് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എനിക്ക് ഭഗത്തും ഇതിലൊരു സൈക്കോ ആണ്. എല്ലാവരും സൈക്കോൾ തന്നെയാണ്. അതായത് ഭഗത്തിനെ എനിക്ക് കിട്ടാൻ ആ ഒരു രൂപത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ പ്രണയനായകനാണ് അവൻ. ഇതിന്റെ ശരിക്കുള്ള ഹീറോ എന്ന് പറയാം. ശരിക്കും നായികയുള്ള പാട്ട് ഇദ്ദേഹത്തിന് നായികയുണ്ട്. എല്ലാവർക്കും പ്രാധാന്യമുള്ളതാണ്. ഇന്ന ആളെന്നല്ല. ഇപ്പോൾ പോലീസ് ഓഫീസറായിട്ട് ചെയ്യുന്ന അൻവർ എന്ന് പറഞ്ഞാൽ അവന് നായക പ്രാധാന്യത്തിനൊപ്പം പോകുന്ന ഈ മാസ്റ്ററുടെ കൂട്ടുകാരനാണ്. പക്ഷെ പോലീസുകാരനും ഇവർ മറ്റൊരു തലത്തിൽ പോലീസാവുന്ന ഒരാളാണ്. രണ്ടും കഥയിൽ വേറെ 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 ലെവലിൽ പോകുന്ന. അപ്പോൾ ഭഗത്തിനെ എനിക്ക് കിട്ടാൻ കുറേ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭഗത്തിനെ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഇവൻ്റെ പ്രായം പ്രശ്നമാവും അങ്ങനെ കുറേ ഞാൻ സംശയിച്ച് നിന്നിട്ടുണ്ട്. എവിടെയാണ് ഭഗത്തിനെ കണ്ടുപിടിച്ചത്? അത് കാസ്റ്റിംഗ് കോൾ ഉണ്ട്, ഞാൻ അവിടുന്ന് അങ്ങനെ തന്ന്. അതെ. പിന്നെ അതുമല്ല, നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ ഒരാൾ ഹുസൈൻ നമുക്ക് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്. അവനും കൂടി സജഷൻ ചെയ്തിരുന്നു, ഞാൻ അറിയാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഭഗത്ത് മുന്നേ ഷോർട്ട് ഫിലിംസോ അങ്ങനെ എന്തെങ്കിലും അപ്പം ഒരു സിനിമ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഒരു പുതുമുഖം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളൊരു ബിഗ് സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത്, ഒരു വലിയ സിനിമയിലേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. എൻ്റെ ഫസ്റ്റ് സിനിമയാണ്, ഞാൻ ഒരുപാട് ചിന്തിച്ച് ചൂസ് ചെയ്യണം. ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയല്ലോ. അപ്പം അങ്ങനെ ചിന്തിച്ചോ, അല്ലെങ്കിൽ ഓക്കെ എനിക്ക് എങ്ങനെയും സിനിമയെ കയറി പറ്റണം, അപ്പം ആ ഒരു എന്തായിരുന്നു സിനിമ വന്നപ്പോഴൊരു തോട്ട്? ഇല്ല, അങ്ങനെ ഒരിക്കലും ചിന്തിച്ചില്ല. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പറഞ്ഞ ശരിയാണ്, റൈറ്റ്. അത് നമ്മൾ സ്ക്രിപ്റ്റ് റീഡിങ്ങിന് നമ്മൾ ആ സമയത്ത് ഇരുന്നിരുന്നു. ഇപ്പോൾ ഷമീർ സാറായിട്ട് ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നെ പെട്ടെന്ന് വീഡിയോ കോൾ ചെയ്തതാണ്. ഞാൻ ഒട്ടും റെഡി അല്ലായിരുന്നു. ഞാൻ ടോട്ടലി ഡിഫറെന്റ് കോലത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ആ സമയത്ത് കണ്ടിട്ട് പറ്റുമെങ്കിലല്ലോ ബാക്കി നടത്തിയിട്ട് കാര്യങ്ങളോട് വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു. ഓക്കെ. എന്നിട്ട് സ്ക്രിപ്റ്റ് റീഡിങ്ങിനാണ് അടുത്ത ഞാൻ കാണുന്നത് ടീമിന്. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ച് തുടങ്ങിയ സമയത്താണ് നമുക്ക് ആക്ച്വലി കോണ്ടന്റ് ശരിക്കും മനസ്സിലായി. സോ അത് നല്ല ഇൻട്രീഗിങ് ആയിട്ട് എനിക്ക് തോന്നി. അത് അവൻ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇതിൽ എനിക്ക് ചെയ്യാനുള്ളതുണ്ട് എന്നുള്ളതിന് അവന് ബോധ്യപ്പെട്ടിട്ട് അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചു ഞാൻ അവനോട്. ഇതിന് എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ പാട്ടുണ്ട്, ഫൈറ്റ് ഉണ്ട്. ഒരു സിനിമയിലെ നായകന് വേണ്ട എല്ലാ സംഭവങ്ങളും ചെയ്യുന്ന ഒരാളാണ് ഭഗത്. ഇതില് ആ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി അവിടെ നിന്ന് ആ സൈഡ് ടീമിൽ നിന്നൊരു സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം എനിക്ക് അത്യാവശ്യം ഒപ്പീനിയൻ പറയാനായിട്ടുണ്ട്. അതായത് നമ്മള് ഒരു പുതുമുഖത്തിനെ കൊണ്ടുവരുമ്പോൾ ആദ്യം അവര് പുതുമുഖമല്ല എന്ന് തോന്നണം. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു പുതുമുഖം വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ട് പല രീതിയിലും കണ്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ അവർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല, അത് സിനിമൻ്റെ രൂപമാണ്. ചിലപ്പോൾ സ്പേസ് കൊടുക്കാൻ പറ്റില്ല പെട്ടെന്നൊന്നും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർക്കുള്ള സ്പേസ് കൊടുത്ത് അവർ മനസ്സിലാക്കി ഹാപ്പി ആയിട്ട് ഓക്കെ അവരൊരു ആക്ടറാന്ന് തോന്നണം. എന്നിട്ട് അഭിനയിച്ചാൽ അത് ഫീൽ ഉണ്ടാവും. എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഞാൻ സിനിമ വല്ലാണ്ട് ആഗ്രഹിച്ച് നടന്നൊരു ആളാണ് ഞാൻ. അപ്പം ആ സമയത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഒരു നോർമൽ വേലി ചുറ്റുപാടൊക്കെ ഇതായതുകൊണ്ട് നേരെ ദുബായിലേക്ക് പോകേണ്ടി വന്നു. കോളേജ് കഴിഞ്ഞിട്ട് നേരെ പോയതാണ്. ഉപേക്ഷിച്ചു എന്നല്ല, മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അങ്ങനെ ദുബായിലേക്ക് പോയി. പിന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. പിന്നെ കണക്റ്റായി, ഷമീർക്കായിട്ട് കണക്റ്റായി വന്നു. എനിക്ക് പരിചയപ്പെടാൻ പറ്റി. കൂട്ടുകാരും കൂടിയാണ്. പിന്നെ അതിനുശേഷം പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ കൂട്ടുകാരാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു എനിക്ക് ഈ ഫിഗർ എന്തെങ്കിലും ആവശ്യം വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു പുള്ളിക്കാരൻ്റെ. അങ്ങനെ ഈ ക്യാരക്ടറിന് ഒത്തു വന്നപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. അപ്പം കിച്ചുവിന്റെ ക്യാരക്ടറിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? അതായത് എഴുതുമ്പോൾ തന്നെ ഓക്കെ ഇത് ഞാൻ അവനാണ് എന്നുള്ളൊരു രൂപരേഖ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അസോസിയേറ്റ് ഡയറക്ടറും പറഞ്ഞു അവർ ചെയ്താൽ നന്നാവും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും എന്ത് പുള്ളി അവനോട് ചൂസ് ചെയ്യാൻ പറഞ്ഞു. ഇത് കൊടുത്തിട്ട് 2 ക്യാരക്ടർ കൊടുത്തു. ഇവൻ ഭഗത്തിന്റെ ക്യാരക്ടറും കൊടുത്തു, അതും കൊടുത്തു. ഇത് രണ്ടും കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞു. നമ്മൾ ഇന്നത് എടുക്കാൻ വേണമെന്ന് പറഞ്ഞില്ല. പക്ഷെ അവൻ കുറച്ച് നേരം ഈ പറഞ്ഞ പോലെ ഇത് വേണോ അത് വേണോ എന്നൊക്കെ പറഞ്ഞു നിന്നു. പിന്നെ ഇതാണെന്ന് പറഞ്ഞു ഞാനിത് ചെയ്യാം. അത് നമ്മൾ അസോസിയേറ്റ് ഡയറക്ടറും കൂടി ഉറപ്പ് കൊടുത്തിട്ടാണ് ചെയ്തത്. അവൻ കൺഫ്യൂഷൻ മറ്റേത് പറഞ്ഞ റൊമാൻറ്റിക് ആക്ഷൻ അങ്ങനെ പോകുന്നതാണ്. റൊമാൻസിനോട് താല്പര്യം അതല്ല. ഈ ക്യാരക്ടർ ചൂസ് ചെയ്യാൻ കാരണം ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ്. പിന്നെ എൻ്റെ ഒറിജിനൽ ക്യാരക്ടർ വെച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആയ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ സൈക്കോ അല്ല, ഒറിജിനൽ സൈക്കോ. പക്ഷെ അവൻ അല്ല,
ചെയ്തതിന് അത് സിനിമയിൽ കാണാനുണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. കുറച്ച് നാള് ഏകദേശം ആ ഒരു രൂപത്തിലായിരുന്നു നടന്നതും ചിരിച്ചതും സംസാരിച്ചതും. ക്യാരക്ടർ പിടിച്ചു. അയ്യോ ക്യാരക്ടർ പിടിക്കാറ ഞാൻ ആയിപ്പോയി. ചെയ്ത് വന്ന് ആ സിനിമ തുടങ്ങുന്ന സമയം വരെ ഏകദേശം നമ്മളൊക്കെ ഒന്നിച്ച് എത്ര 15 ദിവസം അല്ല, അത് സിനിമ കാണുമ്പോ അതിന്റെ ഫീല് മനസ്സിലാവും. വീട്ടിൽ നിന്ന് അടക്കം വീട്ടില് പ്രശ്നം ഉണ്ടായി. കാരണം പെങ്ങളും പെണ്ണെ കണ്ട് പേടിച്ചു, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇവൻ രാത്രി സ്റ്റെപ്പില്ലേ, സ്റ്റെപ്പ് നമ്മള് സ്റ്റെയർ കേസ്, ഹാളിൽ സ്റ്റെയർ കേസ് പോകണം. ഇവൻ അവിടെ മൂലക്ക് ഇരുന്നിട്ട് ഇവന് ആ കഥാപാത്രം ഇവൻ ചിലപ്പോ എനിക്ക് തോന്നുന്നു ട്രൈ ചെയ്ത് നോക്കുകയായിരിക്കും. പെങ്ങളെ കണ്ടിട്ട് അവള് പേടിച്ചിട്ട് എനിക്കറിയില്ലല്ലോ. അവള് രാത്രി വെള്ളമെടുക്കാൻ എന്തിനു വന്നാ അവളവിടെ ആരോരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായി. ഇവനാ ഒരു മൂഡുണ്ട് ഇതില്. ആ മൂഡ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരു ടൈപ്പ് ഓഫ് സ്മൈൽ ഉണ്ട്. അത് മീറ്റർ പിടിച്ചു. അല്ല, ആ മീറ്റർ പിടിച്ച് അതിലോട്ട് എത്തിയിട്ട് അതിന് പോകാൻ കുറച്ച് പാടായിരുന്നു. ഫഫയൊക്കെ ക്യാരക്ടർ പിടിച്ചു കഴിഞ്ഞാൽ കുറെ കാലം അതിന്റെ അകത്ത് നിൽക്കുന്നു പറയുന്നില്ലേ, അതുപോലെയാണ്. എനിക്ക് ആ ചിരി മാത്രം പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നോർമലായിട്ട് കണ്ണടി നോക്കി ചിരിക്കുമ്പോഴും ആ ചിരി പടങ്ങൾ മനസ്സിലാവും. ആ ഒരു ടീച്ചറിൽ ആ ഒരു അലറുന്ന ഒരു ഇതില്ല. ഏകദേശം അതേപോലത്തെ ഒരു വേറെ സാധനം. പിന്നെ സിനിമക്ക് പുളിയൊക്കെ കൊടുത്ത് ശരിയാക്കി. ശരി, അതൊന്ന് ഓവർകം ചെയ്യാൻ എത്ര സമയം എടുത്തു? അല്ല, അത് നോർമലായിട്ട് മാറി പോയി. ഇല്ല, കുറച്ച് ദിവസം എടുത്തു. അവൻ വീട്ടിൽ ഉമ്മാനോട് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു എന്നോട് വൈഫാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാ. ഞാനും പറഞ്ഞു എന്നിട്ട് അവര് പറയുന്നത് കേൾക്കണേ, ഇങ്ങനത്തെ വേഷമാണ് അഭിനയിക്കാൻ പോയെന്ന് ചോദിച്ചിട്ട് പെങ്ങളൊക്കെ ഒരു 2-3 സൈക്കോ കൊടുത്ത ചിലപ്പം കുറച്ച് കഴിയുമ്പോ ആ ഒരു മൈൻഡ് ആയിരിക്കും. ഇല്ല, അത് ആക്ടിങ്. അതാണ് ഞാൻ പറയുന്നത്. ഇവരെല്ലാവരും ഇപ്പൊ ഒരാള് മാത്രമല്ല. ഇപ്പൊ ഇതിൽ അജയ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത് ഇവർ, അതേപോലെ ഒപ്പം കൂടുള്ള ക്യാരക്ടർ മാസ്റ്റർ എന്നുള്ള ക്യാരക്ടർ വളരെ ഇൻവോൾവ് ആയിട്ട് അഭിനയിച്ച അതിന്റെ റിസൾട്ട് നമുക്ക്, അതാണ് ആ കോൺഫിഡൻറ്റ്. ഇപ്പൊ നമ്മളൊരു പുതിയ സിനിമന്റെ റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ടീമിനെ പോലെ അല്ലല്ലോ നമ്മൾ. ഒരു ടെൻഷനോ കാര്യങ്ങളോ അല്ല, നല്ല കോൺഫിഡൻറ്റിലാണ് നമ്മൾ. ഇനി ബാക്കിയുള്ളത് പ്രേക്ഷകർക്ക് കൊടുക്കുകയാണ്. ഇനി അവർക്ക് ഇഷ്ടപ്പെടും എന്നാണ് വിശ്വാസം. അവര് കാണട്ടെ. അതെ അതെ. ഓക്കെ, അപ്പം ഇതില് ആ ആക്ഷൻസ് ഉണ്ടല്ലോ, അത് ഏതെങ്കിലും മാർഷൽ ആർട്സ്, മറ്റേ കരാട്ടെ, ഓക്കെ, അത് പഠിച്ചിരുന്നു? അത് മുന്നേ അറിയായിരുന്നു? അത് ഇതിനു വേണ്ടി പഠിച്ചു? കുറച്ച് ഇവർക്ക് അറിയാം. പിന്നെ ഞാൻ ട്രെയിനറെ വെച്ചിരുന്നു. ഇവര് ആദ്യം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മാസ്റ്റർ വെച്ച് ട്രെയിനിങ് കൊടുത്തിരുന്നു ഇവർക്ക്. എന്നിട്ടാണ് അഭിനയിപ്പിച്ചത്. പിന്നെ ആ മാസ്റ്റർ തന്നെ നമ്മളെ സിനിമയിലൊരു വില്ലനായിട്ട് വന്ന് വില്ലനായി സർവകുട്ടിക്കാന്ന് പറയും. ഒറ്റപ്പാലത്താണ് അദ്ദേഹം. ഇപ്പോൾ മാർഷൽ ആർട്സ് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ക്ലാസിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. സർവകുട്ടിക്ക് അദ്ദേഹത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സാറിനോടാണോ ഫൈറ്റ് ചെയ്യുന്നത്? എങ്ങനെ നിങ്ങൾ തമ്മിലാണോ ഫൈറ്റ് വരുന്നത്? അജയേട്ടനില്ല, അജയേട്ടൻ നമ്മളെ പ്രധാനപ്പെട്ട സിനിമന്റെ വില്ലനൊന്നല്ല, പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഞാൻ ചോദിക്കാൻ വരായിരുന്നു. അതായത് നമ്മള് മമ്മൂക്കയൊക്കെ വെച്ച് ഒരുപാട് അത്രയും ഹിറ്റ് സിനിമകൾ എടുത്തൊരു സംവിധായകനാണ് ഞങ്ങളുടെ മമ്മൂക്ക ഈ സിനിമയിൽ അജയേട്ടനാണ്. അപ്പോ അദ്ദേഹത്തെ ഡയറക്റ്റ് ചെയ്യുമ്പോ എന്തായിരുന്നു സാറിന്റെ, ഷമീർക്കയുടെ ഒരു മൈൻഡില്? നല്ല രസമാണ്. നല്ല രസം എന്ന് വെച്ചാൽ വലിയൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. ഉള്ളിൽ ഭയമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. ഞങ്ങളെ ഗുരുനാഥനാണ്, വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് നമ്മളെ ഷൈലോക്കിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊരു നല്ല മൂവ്മെന്റ് ആയിരുന്നു. അജേട്ടനായിട്ടാണോ അവരുടെ ഫൈറ്റ് വരുന്നത്? അത് ടീസറിൽ കുറച്ചൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, അത്ര കാണിക്കാൻ പറ്റുള്ളൂ. സിനിമ ഒരു ആക്ടർ എന്നുള്ള രീതിയിലും അജയ് വാസുദേവ് ഇപ്പം സിനിമയിലേക്ക് നിറഞ്ഞു വരികയാണ്. അപ്പം അങ്ങനെ ഒരു ആക്ടർ എന്നുള്ള കണ്ണുകൂടിയും ഡയറക്ടർ എന്നുള്ള കണ്ണുകൂടി അദ്ദേഹം ചിലപ്പോൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ടാവില്ലേ എന്നുള്ളൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു. അത് ബാധിച്ചിരുന്നല്ല. അത് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് സീനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു. കാരണം പുള്ളി ഇത്രയും വലിയ ആളാണ്, ഇത്രയും വലിയ ഡയറക്ടറാണ്, നമ്മൾ ചെയ്യുന്നതിന്റെ മേലെ ഒരു കറക്ഷൻ എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി അങ്ങനെ എല്ലാം പറഞ്ഞു തരും, വളരെ സിമ്പിൾ ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഞാൻ ഡയറക്ടർ എന്നുള്ള എൻ്റെ ഇതിൽ പറയും, ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ പോയിട്ടില്ല. ഞാൻ പിറകിലായിട്ട് ഇരിക്കുക, കുറച്ച് ബാക്കിലേക്ക് ഇരിക്കുള്ളൂ. എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ആക്ടിങ് വൈബിൽ ഇവർക്ക് കൂടെ ഉള്ളവർക്ക് അങ്ങനെ ടെൻഷൻ ഒന്നുമില്ല, ഹാപ്പിയാണ്, വളരെ സ്വീറ്റാണ് അദ്ദേഹം. എനിക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ ഷൂട്ട് കാണാൻ പോകും, ലൊക്കേഷനിൽ നമ്മൾ കോമ്പിനേഷൻ സീൻസിലാണെങ്കിലും സാർ ഭയങ്കര ചില്ല. ഇപ്പൊ ആക്ഷൻ ആണല്ലോ, പിന്നെ മൂപ്പരെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സ്ട്രോങ് വില്ലൻ എന്നുള്ളൊരു ഇത് വരും.
അപ്പൊ ആ ഒരു പേടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് കാണും മനോഹരമായിട്ട് അദ്ദേഹം ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സസ്പെൻസ് ആണ്, വില്ലനാണ്. സീരിയസ് ആണ്. കഥയുടെ പ്രധാനപ്പെട്ട ഭാഗം അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പം ഇപ്പം നമ്മുടെ മലയാള സിനിമ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട്. കൊമേഴ്ഷ്യലി ഹിറ്റാവുന്ന സിനിമകളും വരുന്നുണ്ട്, അല്ലാതെ കണ്ടന്റിന് പ്രാധാന്യമുള്ള സിനിമകളും വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ പല സിനിമകളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ തിയേറ്ററിൽ വന്നിട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. പിന്നീട് അത് OTT-ലൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, ഓ മൈ ഗോഡ്, ഇത്രയും നല്ല സിനിമയായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഒരു പരാജയത്തിന് റീസൺ എന്താണെന്ന് തോന്നി? ഒരു സിനിമാ മേഖല അത്യാവശ്യം നമ്മൾ നോക്കുന്നുണ്ടാവുമല്ലോ, അങ്ങനെ തോന്നിയിട്ടുള്ള എന്താണ്? അതായത് ഇപ്പം വലിയൊരു സിനിമയുടെ വിജയത്തിന്റെ ഓറയിൽ അത് മങ്ങി പോകുന്നത് കൊണ്ടാണോ, അതോ ആ സിനിമയുടെ ക്വാളിറ്റി കുറവ് കൊണ്ടാണോ? എന്താണ് തോന്നിയിട്ടുള്ളത്? അതിൽ നിരാശാജനകമായിട്ടുള്ള മറ്റൊരു കാര്യം, ഓഡിയൻസ് നമുക്കിവിടെ പല വിധത്തിലുള്ളതാണ്. ഒരു സ്റ്റാർഡമുള്ള സിനിമയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓഡിയൻസ് കൺവേ ആവും, അവർ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇൻവോൾവ് ആവും. മറ്റ് പുതുമുഖങ്ങളുടെ ഒരു സിനിമ നല്ലതാണെന്ന അഭിപ്രായം കിട്ടി കണ്ടുവരുമ്പോഴേക്കും നമുക്കിവിടെ തിയേറ്ററിൽ നിന്ന് സിനിമ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഈ ഇത്തരം സിനിമകളാണ് പിന്നെ OTT-യിൽ ആഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ പ്രേക്ഷകർ മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ മന്ദാകിനി പോലുള്ള സിനിമകളൊക്കെ നല്ല രീതിയിൽ വിജയിച്ചു. പിന്നെ ചെറിയ സിനിമകൾക്കൊക്കെ നല്ല സ്പേസ് കിട്ടി. എല്ലാത്തരം സിനിമകളും കാണാനുള്ള ഒരു പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. നല്ലൊരു സമയമാണ് മലയാള സിനിമൻ്റെ. എനിക്ക് തോന്നുന്നു തമിഴ്നാടായാലും മുംബൈയിൽ എവിടെ പോകുമ്പോഴും സംസാരിക്കുന്നതും നമ്മളെ മലയാള സിനിമകൾ തന്നെയാണ്. നല്ലൊരു സമയമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഓഡിയൻസിൻ്റെ ആണല്ലോ, അവരുടെ ചൂസാണ് ഏത് സിനിമ കാണണം എങ്ങനെ, അതൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും പഴയ കാലം മുതൽ നോക്കും ഈ ത്രില്ലർ സിനിമകൾക്ക് ഭയങ്കര ഒരു ഫാൻ ബേസ് ഉണ്ട്. അതിപ്പം പലതരം ത്രില്ലേഴ്സ് ഉണ്ട്. ലീഗൽ ത്രില്ലർ ഉണ്ട്, ക്രൈം ത്രില്ലർ, സൈക്കോ ത്രില്ലർ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം ഇപ്പം മുന്നേ ചെയ്തിട്ടുള്ള ഒരു പടം ഒരു ലവ് സ്റ്റോറി ബേസ്ഡ് ആയിരുന്നു, ഒരു ജാതി മനുഷ്യൻ എന്ന് പറയാം. അപ്പം അതിൽ നിന്നും ഈ ഒരു ത്രില്ലർ മൂഡിലേക്ക് വരാനുള്ള റീസൺ എന്തായിരുന്നു? ആ ഒരു ജോണർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണോ, അതോ പരീക്ഷണാർത്ഥം ഒരു പുതിയ സബ്ജക്ട്സ് എടുക്കാം എന്നുള്ളത്? അങ്ങനെ തന്നെയാണ്. നമ്മൾ ഓരോ സബ്ജക്റ്റും മറ്റൊരു അതിലും ഈ പറഞ്ഞ പോലെ സാമൂഹികമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതൊരു ലവ് ആക്ഷൻ ഡ്രാമ അതന്നെ. അതുപോലത്തെ മറ്റൊരു സബ്ജക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിലേക്കുള്ളത്. ഈ സബ്ജക്റ്റും ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. കാരണം കുറേ കാലമായി സിനിമയിലുള്ള ആളും എഴുത്ത് എന്നുള്ളത് കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ സ്ക്രിപ്റ്റുകൾ പട്ടിയിലിരിക്കുന്നുണ്ട്, ഏത് വേണമെങ്കിലും എന്നുള്ള രീതിയിൽ. എഴുത്താണോ ഡയറക്ഷനാണോ, എന്താണ് കംഫർട്ട്? എഴുത്താണ് എൻ്റെ മെയിൻ മേഖലയായിട്ട് ഞാൻ കണ്ടിരുന്നത്. ആ എഴുത്തിൽ നിന്നാണ് ഡയറക്ഷനിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. അതായത് രണ്ട് പാറ്റേണാണ്, രണ്ട് രസകരമായിട്ടുള്ള സംഭവമാണ്. അതായത് ഞാൻ എഴുതുന്ന സാധനം ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തണം എന്നുള്ളത് കൊണ്ടാണോ ഡയറക്ഷനിലേക്ക് ഇറങ്ങിയത്? അങ്ങനെ അതായത് നമ്മൾ എഴുതിയ സാധനം ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടി ഈസിയാന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. മറ്റൊരാളുടെ സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ എനിക്ക് എൻ്റെതായ രീതിയിലേക്ക് ഞാൻ ആദ്യം ഒന്ന് ഹൃദ്യസ്ഥമാക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് ചെയ്യുന്നത് വേറെ ആളുടെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ അത് ഞാൻ തന്നെ ബൈഹാർട്ടാക്കും. എന്നിട്ട് ആ കഥാപാത്രത്തിന് എനിക്ക് സഞ്ചരിക്കാനുള്ള ഒരു സിറ്റുവേഷനൊക്കെ കിട്ടിയിട്ടാണ് നമുക്കത് ഡയറക്ഷനിൽ എനിക്കൊരു ഈസി, എൻ്റെ മെൻറ്റാലിറ്റിയാണ്. അതുപോലെ ഞാൻ എഴുതുമ്പോൾ തന്നെ എൻ്റെ കഥാപാത്രങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നു, ഏത് തരം മൂഡിലാണ്. ഇപ്പോൾ റിയാദിനോടൊക്കെ ഞാൻ അടുത്ത് ചെന്നിട്ട് ആ റിയാക്ഷനൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ്, അത് എൻ്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രമാണ്. അഭിനയിക്കണമല്ലോ ഡയറക്ടർ. സിനിമയിൽ നോക്കിക്കൂടായിരുന്നോ? ഇല്ല, എനിക്ക് പിന്നിലാണ് ഞാൻ അത് ശരി, കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെടും. പണ്ട് ജോണി ആന്റണി സാർ CID മൂസയിലൊക്കെ പിന്നെ കുറെ കാലം കഴിയുമ്പോഴാണല്ലോ ഓക്കെ ഇത് അദ്ദേഹം ആണെന്നൊക്കെ പറഞ്ഞ് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന ദിവസമാണ്. അപ്പൊ അതുപോലെ നമുക്ക് തപ്പി കണ്ടുപിടിക്കാം. അത്രയും ജോണി ചേട്ടൻ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രചോദനം തന്ന് എന്നെ ദിലീപേട്ടൻ്റെ അടുത്തേക്ക് ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടി പറഞ്ഞയച്ച ഒരാളും കൂടിയാണ്. ജോണി ചേട്ടൻ്റെ പേര് പറഞ്ഞാലും നന്ദി. കാരണം ചില വലിയ സന്തോഷമുള്ള കാര്യം. അല്ല, എനിക്കും ജോണി ചേട്ടൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. എന്നെ ഓർമ്മയുണ്ടോന്നൊന്നും എനിക്കറിയില്ല. എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ സാറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം മറക്കില്ല, എല്ലാവരും ഓർത്തു വെക്കും. അപ്പൊ ദിലീപേട്ടനായിട്ടൊരു സിനിമ വരുന്നുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു ഇപ്പൊ പറയാറായിട്ടില്ല, ശ്രമിക്കുന്നുണ്ട്. അപ്പം വേറൊരു സിനിമ ഇപ്പം സ്പെഷ്യൽ അത് 2 സിനിമന്റെ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ വരും. ഏതാണ് ഫസ്റ്റ് ചെയ്യുക എന്നുള്ളത് തീരുമാനമായിട്ടില്ല. മിക്കവാറും തമിഴായിരിക്കും. അതെ, തമിഴ് നിങ്ങൾ കേരളം ബേസ്ഡ് അല്ലേ? അതെ അല്ല, തമിഴാണ് ലാംഗ്വേജ്, ഷൂട്ട് ലാംഗ്വേജ് ഉണ്ടാവുക.
മറ്റേ മലയാളം, ഞാൻ ആക്ച്വലി മലയാളിയാണ്. ഓക്കെ. അപ്പൊ തമിഴ്നാട് മീൻസ് തമിഴ് നന്നായിട്ട് അറിയുന്നത് തമിഴും തെലുങ്കുമാണ് ഞാൻ കൂടുതൽ സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ളത്. വർക്ക് ഓക്കെ അസിസ്റ്റന്റ് ആയിട്ട്. അപ്പം എത്ര കാലം മുന്നേ ഈ ഒരു ഫീൽഡിലേക്ക് വന്നു? അതൊക്കെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അതൊക്കെ ആൾക്കാർ ചോദിക്കും എവിടെയാണ് ഇത്രയും കാലം എന്നൊക്കെ. ഞാൻ കുറേ 17 വയസ്സിൽ നമ്മളെ കുടമ്പാക്കത്തെ ചായ കുടിച്ച ആളാണ്. അപ്പൊ ഒരുപാട് ഓർമ്മകൾ, സിനിമ ഓർമ്മകൾ ഉണ്ടാവും. അതെ അതെ. എനിക്ക് കവിയൂർ പെണ്ണുമ്മ ചേച്ചിയൊക്കെ അവിടെ ബസ്സിന് പൈസ അല്ലാതെ നമ്പർ 10 ഫ്ലാറ്റ് നമ്പർ കുടമ്പാക്കം, എനിക്ക് 100 രൂപ കടക്കാരിയാണ്. ഞാൻ എപ്പോഴും ബസ് പൈസ തന്നിട്ട് ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ സംസാരിച്ചിരുന്നോ എപ്പോഴെങ്കിലും? ഞാൻ പിന്നെ പല സിനിമകളും ചെയ്തിരുന്നു അത് അവരുടെ കൂടെ. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. സീമ ചേച്ചി IVCC സാറിനെ കാണാൻ പോയ ചരിത്രങ്ങളൊക്കെ ഭയങ്കര രസമാണ്. പറയൂ. ഇല്ല, നമ്മള് IVCC സാറിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അന്നും ഇന്നും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡയറക്ടറാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും മലയാളത്തിന്റെ രാജമൗലിയാണ്. കാരണം അത്രയും വലിയ ആർട്ടിസ്റ്റുകളെയൊക്കെ ഒരുമിച്ച് നിർത്തിയിട്ട് ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നല്ല ഡയറക്ടർ. ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ സാറിനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 18 വയസ്സാന്ന് തോന്നുന്നു. അന്ന് മദ്രാസ് കറക്റ്റ് പ്ലേസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു പാലത്തിൻ്റെ താഴത്ത് സാലിഗ്രാമം അവിടെ തോന്നുന്നു. പാലത്തിൻ്റെ താഴെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് അവിടെ എത്തി. ബെല്ലടിച്ചു. അപ്പോൾ വാതിൽ തുറന്നു. സീമ ചേച്ചി ഇങ്ങനെ നല്ല സാരിയൊക്കെ എടുത്ത് നല്ല ഇതിൽ വാതിലിങ്ങനെ തുറന്നു വന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നാട്ടിൽ നിന്ന് വരികയാണ്, ശശി സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ വാതിൽ തുറന്നു പിടിച്ച് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറി. അപ്പോൾ അപ്പുറത്ത് സാറ് ഇരിക്കുന്നുണ്ടായിരുന്നു കസേലയിൽ. അപ്പോൾ സാറിനെ ഞാൻ കണ്ടു. അതേപോലെ തിരിച്ചിങ്ങോട്ട് വീണ്ടും വന്നു നിന്നു. കണ്ടില്ലേ ഇനി പൊക്കോളൂന്ന് പറഞ്ഞു. ശരിക്കും. പക്ഷെ അവരുടെ കൂടെ പിന്നെ 3 സിനിമ ഇല്ല, ഒന്നിനും അവസരം തന്നില്ല അന്ന്. പക്ഷെ പിന്നെ 3 സിനിമകൾ വർക്ക് ചെയ്തു. ഞാൻ പിന്നെ ഈ കഥയൊന്നും അധികം പറയാൻ പോയിട്ടില്ല. പിന്നെ അപ്പം ഒരുപാട് ഓർമ്മകളുള്ള ഒരു അച്ഛൻ്റെ മകനാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണോ സിനിമ എന്നുള്ള സ്വപ്നം കണ്ടു തുടങ്ങിയത്? ഓഫ് കോഴ്സ്. അപ്പം ഫാമിലി നിങ്ങൾ 2 ആള് മാത്രമാണോ സിനിമയിലേക്ക് ഇഷ്ടം? അല്ല, ചെറിയ ആളും ഉണ്ട്. ചെറിയ ആളുണ്ട്. സുഫീൻ സുജാതയിൽ മാസ്റ്റർ ഫൈറൂസ്, സുഫീൻ സുജാത, കുറുപ്പ്, അതുപോലത്തെ കുറച്ച് 2-3 സിനിമകളൊക്കെ അവൻ ചെയ്തിട്ടുണ്ടാവും. പഠിപ്പ് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ആയതുകൊണ്ട് കുറച്ച് മാറ്റി നിർത്തിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നല്ല മീൻസ് ഒരുപാട് കൊമേഴ്ഷ്യൽ സിനിമകൾ ഇറങ്ങുന്ന സമയമാണ്. അപ്പം ഇത് തന്നെ ഒരു ആക്ഷൻ സിനിമ കൂടിയാണ്. അപ്പം ആക്ഷൻ സിനിമകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ പൊതുവെ ചിന്തിക്കുന്ന സമയത്ത് ഒരു ഹൈ ബഡ്ജറ്റ് വേണ്ടി വരും. അപ്പം ഈ സിനിമയുടെ അങ്ങനെ ബഡ്ജറ്റും കാര്യങ്ങൾ, ബഡ്ജറ്റ് അല്ല എന്നാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയൊക്കെയായിരുന്നു? ബഡ്ജറ്റ് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആവശ്യപ്പെടുന്ന ഒരു സിനിമയായിരുന്നു ഇത്. ഞങ്ങളുടെ സിനിമ എന്നുള്ളൊരു വല്ലാത്ത മോഹം അല്ലേ, വല്ലാത്തൊരു കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്. ഞങ്ങളെ കോ പ്രൊഡ്യൂസറിനോടൊക്കെ ചോദിച്ചാൽ അറിയാം ഏതെല്ലാം തരത്തിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവരോടൊക്കെ ഞങ്ങൾ നേരിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അവസ്ഥ ഇതാണ്, ഞങ്ങളുടെ സ്പേസ് ഇത്രയേ ഉള്ളൂ, ഈ സ്പേസിൽ നിന്ന് ഞങ്ങൾക്ക് ചെയ്തു തരണം. എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ ഇത് മാത്രം നമ്മളവർ കൊടുത്തിട്ടാണ് നമ്മളിതിൽ വർക്ക് ചെയ്തത്. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട പോലെ തന്നെ അവർ നമ്മളോട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ ഇതുള്ളത്. പക്ഷെ നമ്മുടെ ജനുവിനായിരിക്കണം, നമ്മൾ പോകുന്നതും ആത്മാർത്ഥമായിട്ടായിരിക്കണം. ഇപ്പം സിനിമയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയമാണ് സിനിമ ഈ കോടി ക്ലബിൽ കയറുന്നു അല്ലെങ്കിൽ ഇത്ര ദിവസം കൂടുതൽ ഓടുന്നു എന്നുള്ള ഒരു ഇത്. പണ്ടത്തെ പോലെയല്ല, കുറേ ദിവസങ്ങൾ ഓടുന്നതിന് മുന്നേ നമ്മൾ നിർത്തിയിട്ട് OTT-യിലേക്ക് ഇറക്കുകയാണ് ഇപ്പോഴത്തെ ഒരു സമ്പ്രദായം. പക്ഷേ അതിൽ കഴിഞ്ഞ ദിവസം ലിസ്റ്റിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 50 കോടി ക്ലബ്ബ് കയറി 100 കോടി ക്ലബ്ബ് കയറി എന്നൊക്കെ പറയുന്നത് ഒരു ഏകദേശ കണക്ക് വെച്ചിട്ടാണ്. അതായത് ഒരു കുറച്ച് എത്തുമ്പോഴേക്കും ഓക്കെ എന്നാൽ കയറുമായിരിക്കും എന്നുള്ള രീതിയിൽ അവർ പോസ്റ്റ് ഇറക്കും. അല്ലെങ്കിൽ ഒരു 15 ദിവസം ആകുമ്പോഴേക്ക് 10-20 ദിവസം എന്നുള്ള പോസ്റ്റ് എടുക്കും. അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൻ പറഞ്ഞതിനോട് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ സാറിൻ്റെ നല്ല സത്യസന്ധമായ കാര്യമാണ് ലിസ്റ്റിൻ ചേട്ടൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ച സെക്കൻഡ് വീക്കാണ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, 2ാം വാരത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ സെക്കൻഡ് വീക്ക് എന്നുള്ള 2ാം വാരത്തിലേക്ക് എന്നാണ് നമ്മൾ മുമ്പൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോസ്റ്റർ ഇറക്കില്ലേ, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 45 CR ആയി, അപ്പോൾ 50 കോടിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റർ. പക്ഷെ അത് സ്വാഭാവികമായിട്ട് 50 കോടി അടിക്കും. അടിക്കുന്നത് തന്നെയാണ്, അടിക്കാത്തത് പറയില്ല, അടിക്കുന്നത് തന്നെയാണ് അവർ അനൗൺസ് ചെയ്യുന്നത്. അത് കുറച്ച് ദിവസം കൂടി ലേറ്റ് ആവും എന്നുള്ളത് തന്നെയാണ്. ലിസ്റ്റിൻ ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. അത് ഇപ്പൊ ഇറങ്ങുന്ന മലയാള സിനിമകളോട് എല്ലാവരുടെയും ഈ ഒരു വിഷൻ എങ്ങനെയാണ് മലയാള സിനിമയെ നോക്കി കാണുന്നത്? ഇപ്പോഴത്തെ മലയാള സിനിമ ഏത് ഭയങ്കര പ്രൗഡാണ്. കാരണം അടുപ്പിച്ച് നമുക്ക് കുറെ പടങ്ങള് സൂപ്പർ ഹിറ്റ് ആയിട്ട് നമ്മുടെ മനസ്സ് അങ്ങനെ
പുറത്തുള്ളവരൊക്കെ നമ്മളെ ഭയങ്കര പ്രേമലും ഒക്കെ തരത്തിലുള്ള ആഘോഷം. മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇത്രയും റെക്കഗ്നൈസ് ആവാൻ തന്നെ അത് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇൻഡസ്ട്രിയിൽ വരുന്നു എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രത്യേക ശൈലിയുണ്ട് പടം ഫിലിം അപ്രോച്ച് ചെയ്യുന്ന രീതി. അപ്പൊ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതിനെ തന്നെ നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ്. എന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നു, പറയൂ. ഭയങ്കര സൈലന്റ് ആയിട്ട്. അതോ ഈ സൈക്കോ മറ്റേ മൂഡ് പിടിച്ചിരിക്കുകയാണോ? അല്ല, മലയാള സിനിമ ഞാൻ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയിട്ട് കാണും. ഭയങ്കര ഒബ്സർവ് ഉള്ള ഒരാളാണ് അദ്ദേഹം. അങ്ങനെയാണ്. ഞാൻ പോയിട്ട് കാണും, മലയാളം കാണും, ഹിന്ദി കാണും, എല്ലാം ഞാൻ പോയിട്ട് കാണും. തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുന്നത് മാക്സിമം പറ്റുന്നിടത്തോളം. അല്ലാത്തത് മാത്രം നമ്മളോട് വിളിച്ച് പറയും ഈ സിനിമ ഒന്ന് കാണും ഷമീർ ഭായ്, ഞാൻ വിട്ട് അല്ലെങ്കിൽ വിട്ട് കണ്ടോ എന്ന് ചോദിക്കും. ഓരോ സിനിമകളും എനിക്ക് സെലക്ഷൻ ചെയ്ത് തരാറുണ്ട്. മലയാള സിനിമ അല്ലാണ്ട് പുറത്തുനിന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺസ് കൊള്ളാന്ന് അങ്ങനെ ഏത്? ഇപ്പൊ ഹോളിവുഡ് ആണോ ബോളിവുഡ്? ഏത്? ബോളിവുഡ് ആണ് ഞാൻ കൂടുതലും ബോളിവുഡാണ് ഞാൻ ഫോളോ ചെയ്യാറ്. ഇംഗ്ലീഷ് സിനിമ അധികം കാണാറില്ല, ചൂസ് ആയിട്ട് അങ്ങനെ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ബോളിവുഡ് ടൈപ്പ് ആക്ഷൻ കോമഡി ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബഡാമിയാൻ ചോട്ടാമിയാൻ ആ ടൈപ്പ് ഒക്കെയാണ് എന്റെ ഫേവറേറ്റ്. ചിലപ്പോൾ ഇയാൾക്ക് എങ്ങനെയാണ്? ഏതൊരു ജോണറാണ്? എല്ലാ ടൈപ്പ് പടങ്ങളും കാണും. എനിക്ക് ഇന്നതെന്നില്ല. പടം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വേറെ ലോകാണ്. പടമൊന്നുമില്ല സത്യം. അല്ല, അവൻ എല്ലാ പടവും ഇഷ്ടംപോലെ സിനിമ കാണുന്ന ഒരാളാണ് അവൻ. പ്രത്യേക ജോണറിനൊന്നും ഇല്ല. പടം കണ്ടതിന്റെ അയ്യോ കേരളായിരുന്നു. ഇല്ല, നമ്മളെ ഈ ടീമിലുള്ള പടത്തിൽ മൊത്തത്തിൽ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും നമുക്ക് എടുക്കാനുള്ള എന്തായാലും ഉണ്ടാവും. ഏതൊരു പടത്തിലായാലും എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് ചെറുതാണെങ്കിൽ പോലും നമുക്ക് ആർട്ടിസ്റ്റ് ആണെന്ന് പറയുമ്പോ അത് നമ്മൾ എല്ലാ കാര്യത്തിലും ഓപ്പൺ ആയിരിക്കണം ആണല്ലോ എല്ലാ ജോണേഴ്സും. ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ വന്ന അവരൊക്കെ പറയും എന്നെ കൊണ്ട് തോന്നി. അല്ല, ഇവൻ നമ്മുടെ ടീമിലുള്ള എല്ലാവരും അത്യാവശ്യം സിനിമ കാണുന്നതും അത് വിശകലനം ചെയ്യുന്നവരും വീക്ഷിക്കുന്നവരുമാണ്. എല്ലാ ടീമിലത്തെ എല്ലാവരും. അപ്പം എന്തായാലും നിങ്ങളുടെ സിനിമ ഒരു 1 ഹിറ്റിലേക്ക് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ നിങ്ങൾ സാർ നേരത്തെ ചോദിച്ചു എന്തെങ്കിലും ഒരു ടങ് ട്വിസ്റ്റർ ഉണ്ടോ എന്നുള്ളത്. നേരത്തെ അല്ല, അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് തരണം. ഞാൻ പതുക്കെ പറഞ്ഞു തരാം. ഇത് ശരിയല്ലേ, നമുക്ക് കട്ട് ചെയ്ത് കളയാം, കുഴപ്പമില്ല. ഓക്കെ? അല്ല, സാറ് ചോദിച്ചു മേടിച്ചതാണിത്. അല്ലല്ല, ഞാൻ എസ്കേപ്പ് ആവാന്ന് വിചാരിച്ചിട്ടായിരുന്നു പറഞ്ഞത്. അല്ല, നേരത്തെ അൻവർക്ക് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തരണം. പിന്നെ ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് തെറ്റിയാ കട്ട് ചെയ്യണം കേട്ടോ. ഇതെന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. മനസ്സിലായോ? ഇത് നിങ്ങൾ പറയണം. ഞാൻ വളരെ പതുക്കെയല്ലേ പറഞ്ഞത്. ഞങ്ങൾക്ക് വേണ്ടി റിയാദിന് 3 വട്ടം പറയാം. അരുതരുത് കുതിര, പിന്നെ മുതിരരുത് കുതിര, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ ഓക്കെ അല്ലേ? അതിനിടയിൽ കൂടെ സെറ്റാക്കി. അരുതരുത് കുതിര മുതിര തിന്നരുത് കുതിര. അരുതരുത് കുതിര മുതിരരുത് കുതിര. ഓക്കെ, അരുതരുത് കുതിര മുതിരരുത് കുതിര, അതിലെ മുതിര തിന്നരുത് കുതിര. അപ്പൊ അവർ രണ്ടുപേരും പറഞ്ഞു. അപ്പൊ നിങ്ങൾ യുവാക്കളുടെ പ്രചോദനാണ്. പറയൂ. അങ്ങനെയല്ല, ഇവര് 2 യുവാക്കൾ ബാക്കി നിൽക്കല്ലേ. ഒരു യുവാക്കളെ പറഞ്ഞുള്ളൂ. കുതിര മാത്രം പറയാം. അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. ഞാൻ ഫസ്റ്റ് പറയുക അരുതരുത് കുതിരെ മുതിര തിന്നരുത് കുതിര. അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. മുതിരരുത് കുതിര. പറഞ്ഞത് ഞങ്ങളുടെ കോമ്പോ ട്വിൻസാ. അങ്ങനെ കണക്കാക്കാം. എന്തായാലും നമ്മുടെ ഈ പറഞ്ഞ പോലെ റിയാദക്ക് അത് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യും. റിയാദക്ക് എല്ലാ ഒപ്പം നിൽക്കും. മറ്റേ പഠിപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെയാണ് ഈസിയായിട്ട് സ്കോർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ജൂൺ 14 നമ്മുടെ സിനിമ വരികയാണ്. എല്ലാവരും കാണട്ടെ. എല്ലാ പ്രേക്ഷകരും അതേപോലെ കുടുംബത്തോടൊപ്പം വന്ന് സിനിമ കാണണമെന്ന് പ്രത്യേകം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഒരു അനുഭവമായിട്ട് തന്നെ പോവാം. സോ താങ്ക് യു വെരി മച്ച്.